ഹലോ ഫ്രണ്ട്സ്, വിഷുദിനമായിക്കൊണ്ട് എല്ലാവരും തിരക്കാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുള്ള വീട്ടിൽ തകൃതിയായ തിരക്കായിരിക്കും. എൻ്റെ ഈ വർഷത്തെ വിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രത്യേകതയുള്ളൊരു വിഷുവാണ്. കാരണം എൻ്റെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒത്തിരി നല്ല കൂട്ടുകാരെ ഇപ്പം ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ പല പല ജില്ലകളിൽ നിന്നും ഒത്തിരി നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. ആ വിശേഷമൊക്കെ തിരക്കുകയും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തൊരു ഫാമിലി മെമ്പർ പോലാണ് എല്ലാവരും വിവരങ്ങളൊക്കെ തിരക്കുകയും അതിന് വളരെ സന്തോഷമുണ്ട്. അപ്പം വിഷു ആയിക്കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് ഇന്നത്തെ. ചെറിയ ബ്ലോഗ് നമ്മൾ ഒരിക്കലും മടുപ്പിക്കുകയല്ല. നമ്മൾ ഡെയിലി കണ്ടുവരുന്ന കാര്യങ്ങൾ ഇപ്പം വിഷു ആയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു കുട്ടി വ്ളോഗാണ് അതിൻ്റെ. അപ്പം ഞങ്ങൾ പതിവുപോലെ തന്നെ ഞങ്ങൾ വിഷുക്കണിയെല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങളുടെ ബ്രദറാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം വെച്ചു. പിന്നെ നമ്മൾ രാവിലെ ആയിക്കൊണ്ട് നമ്മുടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയി പിന്നെ തിരികെ വന്നിട്ട് സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. സദ്യവട്ടം നമ്മളെപ്പോഴും ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പാറും അവിയലും ഒക്കെ ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ടൊക്കെ അങ്ങ് വെക്കും. നമുക്കതിനോടൊരു ചെറിയൊരു തോന്നുന്നേരം. അപ്പോൾ ഇത്തവണ ഇങ്ങനെ പ്ലാൻ ചെയ്തു, വിഷുവിനൊരു ചെറിയ രീതിയിലുള്ള സദ്യ. അതിൽ സ്പെഷ്യലായിട്ടൊന്നും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചക്കയാണ്, ഇടിച്ചക്കത്തോരന് എല്ലാവർക്കും അറിയാം. അതാണ് ഒരു സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത്. അതും പിന്നെ പയർ മെഴുക്ക് പുരട്ടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ അച്ചാറ്, മെഴുക്ക് പുരട്ടി, പിന്നെ ഒഴിച്ച് കറിയായിട്ട് ചെറുപയർ പരിപ്പ് കറി, പപ്പടം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെറിയ സദ്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാം. പിന്നെ അമ്മയുടെ കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാലും നമ്മൾ അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ അങ്ങ് ആക്കിയത്. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ പിടുത്തം എല്ലാം കൂടെ നടക്കുകയില്ല. പിന്നെ എനിക്ക് ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടാണ്. വീഡിയോ ഒക്കെ എടുത്തു തരാനൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ ഒരു പായസം വെച്ചത് മിക്കപ്പോഴും സേമിയ പായസമൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് അമ്മ ചെറുപയർ പരിപ്പും അതുപോലെ പച്ചരിയൊക്കെ ഇട്ട് നല്ലൊരു പായസം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നെയ്യൊക്കെ നമ്മൾ മേടിക്കുകയല്ല, ഇവിടെ തന്നെ അമ്മ ഉണ്ടാക്കുകയാണ്. നല്ല രീതിയിൽ നെയ്യൊക്കെ ഉണ്ടാക്കി അതിലൊഴിച്ച് ചേർത്ത് വളരെ സ്വാദിഷ്ടമായ രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. നല്ല സ്വാദുള്ള പായസമാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഞങ്ങളുടെ വിഭവങ്ങളൊക്കെയാണ് സദ്യയുടെ. അപ്പം ഇതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ലാസ്റ്റ് ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിന് ശേഷം കുഞ്ഞിൻ്റെ ഓരോ വേലത്തരങ്ങളാണ്, അതൊക്കെ എല്ലാവരും കണ്ടു നോക്കണം. ഓക്കെ എന്നാൽ.